പശ്ചിമ ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെതിരായ പീഡനക്കേസിൽ രാജ്ഭവന് ഇടക്കാല ആശ്വാസം. 3 ജീവനക്കാർക്കെതിരായ പോലീസ് അന്വേഷണം കൽക്കട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അടുത്ത മാസം 10-ന് കേസ് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഇതൊരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ കണക്കാക്കേണ്ട കാര്യമല്ലേ? അതേപോലെ തന്നെ ഇനി ഏത് രീതിയിലായിരിക്കും ഇതിലുള്ള ഒരു അന്വേഷണം? ക്രിസ്റ്റീന, ഈ പശ്ചിമബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിന് എതിരായ പീഡന കേസിലുള്ള അന്വേഷണം യഥാർത്ഥത്തിൽ ഇപ്പോൾ വഴിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതിനെ തുടർന്നാണ് പശ്ചിമബംഗാൾ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പരാതിക്കാരിയായ പെൺകുട്ടിയെ തടഞ്ഞു വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് 3 രാജ്ഭവൻ ജീവനക്കാർക്കെതിരെ കേസെടുത്തത്. ഗവർണറുടെ OSD അടക്കമുള്ള 3 പേർക്കെതിരെ കേസെടുത്ത പശ്ചാത്തലത്തിലാണ് ഇവർ കോടതിയെ സമീപിക്കുന്നത്. തുടർന്നാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ ക്കെതിരായ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് കൊൽക്കത്ത ഹൈക്കോടതി. ജസ്റ്റിസ് അമൃത സിൻഹയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ജൂൺ 10-ന് കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നിർണായകമാണ്. കാരണം ഇതൊരു സങ്കീർണമായ ഒരു കേസാണ്. ഈ കേസുമായി സഹകരിക്കേണ്ടതില്ല എന്ന് ഗവർണർ രേഖാമൂലം തന്നെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർക്കെതിരെ കേസെടുക്കുന്നതിനോ അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നതിനോ ഭരണഘടനാപരമായി കഴിയാത്ത സാഹചര്യമുണ്ട്. ഗവർണർ പദവിക്ക് ഭരണഘടനാപരമായി സംരക്ഷണം ഉള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ കൊൽക്കത്ത പോലീസും നിയമോപദേശം തേടിയിട്ടുണ്ട്. ജീവനക്കാർക്കെതിരായ തുടർ കേസ് രണ്ടാമത് രജിസ്റ്റർ ചെയ്ത ഈ കേസിന്റെ അന്വേഷണത്തെയും ഇത് ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. കോടതി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാകും. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി.